ഞാൻ ആദ്യമായിട്ടാണ് സുപ്പീരിയർ ആകുന്നതും പക്ഷെ ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു കേട്ടത് ആദ്യമായിട്ടാണ് ഇത്ര ഗ്രാൻഡായിട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ കുറച്ച് ഘട്ടങ്ങൾ ഇങ്ങനെ വളരെ ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്ത ഘട്ടങ്ങളിൽ അതിൽ എനിക്കറിയുന്ന മൊത്തം ഘട്ടങ്ങളും അശ്വിൻ അച്ഛനോട് കൂടിയായിരുന്നു. അതായത് ബർത്ത്ഡേ വളരെ ആഘോഷത്തോടെ, ഇവിടെ വളരെ ആഘോഷം ഇല്ലെന്നല്ല, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എത്ര ആഘോഷത്തോടു കൂടി ആഘോഷിച്ചത് അച്ഛൻ്റെ കൂടെ അവിടെ ഞാൻ താമസിക്കുമ്പോഴാണ്. സ്കൂളിലെ ടീച്ചേഴ്സും എല്ലാവരും ചേർന്ന് 2-3 പാർട്ടി, അതായത് പള്ളിയിൽ ഒരു പാർട്ടി, ഇടവകയിൽ, അതുപോലെ ചെറിയ ഇടവകയാണ്, അതുപോലെ തന്നെ സ്കൂളിൽ വിത്ത് ടീച്ചേഴ്സ്. അതിനുശേഷം വളരെ വലിയൊരു സെൻഡ് ഓഫ് കിട്ടുന്നതും അച്ഛൻ്റെ കൂടെ തന്നെയാണ്. അവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ അതും വലിയ കാറ്ററിംഗ് ഗ്രൂപ്പിനെയൊക്കെ വിളിച്ച് ഭയങ്കര ഇതായിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞത് ഇന്നേക്ക് അച്ഛൻ ഇവിടെ 6 വർഷമായി എന്ന് പറയുമ്പം എനിക്ക് ഈ മാസം 19 ആകുമ്പോൾ 5 വർഷം തികയും. അതിന് മുമ്പ് ഒരു ചാർജ് കൂടി വന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം മാത്രമല്ല, അപ്പം ഇത് എന്നെ അനുസ്മരിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ ആ പഴയ ഒരു സ്നേഹം, അതേ സ്നേഹം എനിക്ക് തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം സുപ്പീരിയർ ആയി എന്നുള്ളതല്ല, പക്ഷെ ഈ ഒരു സന്തോഷം എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് വരികയും, അത് പറഞ്ഞില്ല പ്രശാന്തൻ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ഒരു പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഇങ്ങനെ വന്നിട്ട് ഒരു ഹാൻഡിങ് ഓവറൊക്കെ ഉണ്ടാകുന്നതാണ്. ഇത് വലിയൊരു എന്നോടുള്ള ഒരു പരിഗണനയായിട്ട് ഞാൻ വ്യക്തിയാണ്. അപ്പം ഇവിടെ അച്ഛൻ വരികയും ഇന്നലെ തന്നെ വന്നു. ഇന്ന് ഹാൻഡിങ് ഓവർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മീറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ആ സ്നേഹത്തെ ഓർത്ത്, ആ സ്നേഹത്തെ മാനിച്ചുകൊണ്ട്, ബഹുമാനിച്ചുകൊണ്ട് അച്ഛന് വളരെ സന്തോഷത്തോടുകൂടെ ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ നന്ദി പറയേണ്ടത് നമ്മുടെ സഞ്ജയച്ചനുണ്ട്. ഇന്ന് അച്ഛൻ എടുത്ത അതേ ദിവസം തന്നെ അതേ ചുമതല എനിക്ക് തരികയാണ്. അപ്പോൾ അച്ഛനോട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ആർക്കായിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള വഴക്കുണ്ടെങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ള ഇതുണ്ടെങ്കിൽ രണ്ടുപേരും ഒന്നിച്ച് വിളിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പല കാര്യങ്ങളും അച്ഛനെ പഠിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ മിണ്ടാണ്ടിരിക്കേണ്ടടുത്ത് മിണ്ടാതിരിക്കണം, പിന്നെ മിണ്ടൻ്റെ അടുത്ത് നന്നായിട്ട് മിണ്ടണം. ഇതെല്ലാം പിന്നെ ഈ നല്ലൊരു ജോബിയലായിട്ട് ഇവിടെ പ്രശാന്ത് അച്ഛനാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു, ഈ കമ്മ്യൂണിറ്റി ഇപ്പോൾ ഉള്ള നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ യാതൊരു വഴക്കോ അങ്ങനെ യാതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് അങ്ങനെ സന്തോഷത്തോട് കൊണ്ടുപോകാനായിട്ട് അച്ഛൻ ഒരുപാട് പരിശ്രമിച്ചു. അത് എനിക്ക് വലിയൊരു മാതൃകയാണ്. അപ്പോൾ ഇങ്ങനെ മാതൃക തന്നത്, അതുപോലെ തന്നെ ഈ 5 വർഷം അത് മറ്റുള്ളവർ അത് അധികാരികമായിട്ട് പറയേണ്ടവർ നന്ദി പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ എനിക്ക് അച്ഛൻ ഇതുവരെ തന്നിരിക്കുന്ന എല്ലാ പ്രോത്സാഹനങ്ങളെയും അതുപോലെ മാതൃകയും പ്രതി അച്ഛന് നന്ദിയോടെ ഓർക്കുന്നു. ഇതെനിക്ക് പറഞ്ഞാൽ തീരാത്ത കിടപ്പാടുള്ളത് പ്രശാന്തത്തിനോടാണ്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു അച്ഛൻ്റെ കൂടെ എങ്ങനെയാണ്, അച്ഛൻ ഇത്ര അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്, അല്ലേ? അറിയപ്പെടുന്ന വ്യക്തി എവിടെ പോയാലും. ഞാൻ ആലപ്പുഴയാണെന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ വടക്കൻ കേരളത്തിലാണെങ്കിൽ പോലും ആലപ്പുഴയിൽ IMS-ലാണെന്ന് പറയുമ്പോൾ ഉടനെ ചോദിക്കുന്ന ചോദ്യം പ്രശാന്ത് അച്ഛൻ്റെ കൂടെയാണോ എന്നാണ്. അതുപോലെ കൊല്ലത്ത് ആ സൈഡിൽ എവിടെ പോയാലും അങ്ങനെയാണ് ചോദിക്കുന്നത്. ആലപ്പുഴ IMS-ലാണെന്ന് പറയുമ്പോൾ ഉടനെ ചോദിക്കുന്നത് പ്രശാന്ത് അച്ഛൻ്റെ കൂടെയാണ്. അപ്പോൾ അത്രയും പേരിങ്ങനെ അറിയുന്നതും അതുപോലെ തന്നെ അച്ഛനെ ബഹുമാനിക്കുന്നതുമായിട്ടുള്ള വ്യക്തികൾ ഒരുപാടുണ്ട്. ആ അച്ഛൻ്റെ അടുത്താണ് ഞാൻ ആയിരിക്കുന്നത്. അപ്പം എനിക്ക് അച്ഛനുമായിട്ട് എങ്ങനെയാണെന്ന് എങ്ങനെ സംസാരത്തിലൂടെയും എങ്ങനെയാണ് അച്ഛനുമായിട്ട് ഇടപെടേണ്ടതെന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു വന്ന ആ സമയങ്ങളിൽ. പക്ഷെ ഇവിടെ വന്നപ്പോൾ എൻ്റെ ചിന്തകൾക്ക് അപ്പുറത്ത് അച്ഛൻ വളരെ സിമ്പിളാണ്. ഞാൻ പറയാം മറ്റുള്ളവരെക്കാളും ഇവിടെ ഉള്ളവരെയല്ല, നമ്മൾ ആസ് എ വേൾഡ് അച്ഛന്മാരെ നോക്കുമ്പോൾ അവരെക്കാളും നല്ലൊരു എളിമയോടുകൂടെ, അതുപോലെ സ്നേഹത്തോടെയും പരിഗണനയോടും കൂടെ അച്ഛൻ പല കാര്യങ്ങളും അച്ഛൻ്റെ ഏറ്റവും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എനിക്കും ഒരുപാട് പഠിക്കാനായിട്ട് സാധിച്ചു. നമ്മൾ മഹാനാണ്, മഹതിയാണ് എന്നൊക്കെ പറയുന്നതിൽ അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ എളിമയാണെന്നുള്ള ഒരു വലിയൊരു പാഠമാണ് അച്ഛൻ എനിക്ക് തന്നത്. അപ്പം അച്ഛനെയും സ്നേഹത്തോട് ഓർക്കുന്ന ഇനിയും മുന്നോട്ട് സുപ്പീരിയറായിട്ട് ഇരിക്കുമ്പോൾ ഇതേ സപ്പോർട്ട് ഇതിനേക്കാളും ഒപ്പമുള്ളതാണ് നിങ്ങളെന്ന് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ എന്നെ ഇവിടെ IMS-ൽ ഞാൻ ആയിരിക്കാൻ കാരണം നമ്മുടെ അമൽദാസ് അച്ഛനാണ്. കാരണം അമൽദാസ് അച്ഛനാണ് എന്നെ IMS-ലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. അച്ഛൻ ആദ്യമായിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് വന്നത് ഈ ആലപ്പുഴയിലേക്കാണ്, ഇവിടത്തേക്കാണ്, കാസർഗോഡ് നിന്ന് ഇവിടത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അച്ഛനും അതുപോലെ തന്നെ
പ്രഭുദാസച്ചൻ നമുക്കറിയാം ആദ്യം മുതൽ എന്നേക്കും ഒരു കണക്കനായിട്ട് തന്നെ ഇവിടെയും ഉണ്ട്. ഞാൻ അച്ഛനെ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ സ്ഥലം മാറ്റോണ്ടൊന്നുള്ളൂ. ഞാൻ അച്ഛനെ ആദ്യമായിട്ട് കാണുന്നത് റോഡ് ലൈറ്റിലാണ്, അവിടുത്തെ പ്രത്യേകതായിട്ട് അവിടെ. അപ്പൊ ഇവിടെയാണ്, അതിനു മുമ്പ് ഞാൻ അച്ഛനെ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അച്ഛൻ്റെ എല്ലാ പ്രോത്സാഹനങ്ങളെയും നന്ദിയോടെ സ്മരിക്കുന്നു. പിന്നെ നമുക്കുള്ള ചന്ദനച്ഛനാണ് അല്ലെ. ചന്ദനച്ഛൻ പ്രായം കൊണ്ട് വളരെ മൂത്തതാണെങ്കിലും സംസാരം കൊണ്ട് തമാശ കൊണ്ടൊക്കെ വളരെ ചെറുപ്പമാണ്. അപ്പോൾ അച്ഛൻ്റെ ആ സന്തോഷം പകരുന്ന ഒരു വലിയൊരു സമീപനമുണ്ട്. അപ്പോൾ അത് ഞാൻ മാത്രമല്ല അനുഭവിച്ചിരുന്ന എല്ലാവരും ഉണ്ട് അല്ലേ. അപ്പോൾ അച്ഛന് നന്ദി പറയുന്നത് ഈ ടൈമിൽ. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ സുധീറച്ഛനുണ്ട്. സുധീറച്ഛനാണേലും സുധീറച്ഛൻ നിന്ന് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അച്ഛന് ഒരു 2 മിനിറ്റത്തെ ഒരു പ്രസംഗമാണ് അച്ഛനെ പറഞ്ഞ് ഏൽപ്പിക്കുന്നതെങ്കിലും അച്ഛൻ എത്രമാത്രം അതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എഴുതി, അത് സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതി തയ്യാറാക്കിയതിനു ശേഷം മാത്രമേ അച്ഛൻ പ്രസംഗം പറയാനായിട്ടോ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ പറയാനായിട്ടോ വരുള്ളൂ. അപ്പോൾ ആ ഒരു കർത്തവ്യ നിരത എന്ന് പറയാം അല്ലെ, ആ കൊടുത്തിരിക്കുന്ന കർത്തവ്യം അത് ഏറ്റവും മനോഹരമായിട്ട് ഏറ്റെടുക്കുന്നതാണ്. അത് നിങ്ങളിൽ നിന്നെല്ലാം ഒരുപാട് പഠനങ്ങൾ ഞാൻ പഠിച്ചു കഴിഞ്ഞു ഈ 5 വർഷത്തിനിടയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപക്ഷെ അച്ഛൻ എന്നോട് ചോദിച്ചു, ഇങ്ങനെ തലേദിവസമാണെങ്കിലും സുപ്പീരിയർ ആയിരിക്കും എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു പേടി വന്നെങ്കിലും പിന്നീട് ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കറിയാം അച്ഛൻ ഒരു തീരുമാനം എടുത്താൽ പിന്നെ പുറകോട്ടില്ലെന്ന് അറിയാം. അതാണ് അച്ഛനോട് ഉള്ള ഒരു കാര്യം. കാരണം കുറേ കാര്യങ്ങൾ അവിടുന്ന് പഠിച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഉണ്ട്.